ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗണോമെട്രിയുടെ 0 ഡിഗ്രി 30 ഡിഗ്രി 45 60 90 എന്നുള്ള ബേസിക് ആയിട്ടുള്ള വാല്യൂസാണ് പഠിച്ചിട്ടുള്ളത്. അത് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് 9th 10th വരെ മാത്രമേ എത്താൻ പറ്റുള്ളൂ. പിന്നെ ക്ലാസ്സുകൾ പഠിക്കണമെങ്കിൽ ബാക്കിയുള്ള 180 270 360 അത് ആംഗിളുകളൊക്കെ പഠിച്ചാൽ മാത്രമേ പിന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. അതിൽ നോക്കിയാൽ നിങ്ങൾ ആ പാട്ട് എന്തായാലും നോക്കണം. അത് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ കേട്ടോ. എന്നാൽ അത് കുറച്ചുകൂടി ഈസി ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല കേട്ടോ. അത് നോക്കിയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇതെങ്ങനെ വരണം നോക്കാം. നമുക്കിപ്പോൾ 90 വരെ നമുക്കറിയാം. ഇപ്പോൾ എനിക്കിപ്പോൾ sin 180 അല്ലെങ്കിൽ sin 270 വാല്യൂ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ sin 0ൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. sin 90യുടെ വാല്യൂ 1 ആണെന്നറിയാം. sin 0ൻ്റെ വാല്യൂ 0 ആണെന്നും sin 90യുടെ വാല്യൂ 1 ആണെന്നും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഇനി ഇവിടെ ഇത് 180 ആണ്, അല്ലെങ്കിൽ പൈ എന്ന് പറയാം. 180 പൈ 90 π/2 എന്ന് പറയാം. 180 270 കാണണമെങ്കിൽ ഇവിടെ എന്താണ് നമ്പർ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ കൊടുത്തോടത്ത് ആൻസർ ആയി. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ -0, അങ്ങനെ -0 ഇല്ലല്ലോ. അപ്പോൾ sin 180യുടെ വാല്യൂ 0 തന്നെയാണ്. sin 90യുടെ വാല്യൂ 1 ആണെങ്കിൽ sin 270 അല്ലെങ്കിൽ 3 π/2ൻ്റെ ആൻസർ -1 ആണ് വരിക. അത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ് കേട്ട് വെച്ചത് എളുപ്പമല്ലേ. ഇവിടെ എന്താണ് നമ്മൾ വരുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതിയാൽ ബാക്കി 3 കിട്ടി. അപ്പോൾ സൈൻ വാല്യൂ നമുക്ക് കിട്ടി. sin 180യുടെ വാല്യൂ നമുക്കറിയാം 0 എന്നറിയാം. sin 270യുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി -1 ആണെന്ന്. ഈ sin 360 ആണ്. അപ്പോൾ ഇങ്ങനെ കവറിങ് 270 360 റൗണ്ട് എത്തി, വീണ്ടും എത്തി. ഇവിടെ ഒരു കൗണ്ട് ചെയ്ത റൗണ്ട് 360 ഡിഗ്രി എത്തി, വീണ്ടും അത് 0 തന്നെ. അപ്പോൾ സൈൻ വാല്യൂ നമുക്ക് കിട്ടി കഴിഞ്ഞില്ലേ. ഇനി കോസ് വാല്യൂ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരിക അല്ലേ. കോസ് 0ൻ്റെ വാല്യൂ ആണ് 1, കോസ് 90യുടെ വാല്യൂ ആണ് 0. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ -1, ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 0. അപ്പോൾ അത് കഴിഞ്ഞില്ലേ. അപ്പോൾ സൈൻ്റെ കിട്ടി കഴിഞ്ഞാൽ കോസ് അതേപോലെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കോസ് 180യുടെ വാല്യൂ നമുക്കത് മൈനസ് ആണെന്നറിയാം. 270യുടെ വാല്യൂ 0 എന്നറിയാം. 360 വീണ്ടും നമ്മൾ 1ലേക്ക് എത്തി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ടാൻ തീറ്റ കാണാൻ നമ്മൾ സൈനിൻ്റെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസറായി 0/-1. അപ്പോൾ 0 -1/0 നോട്ട് ഡിഫൈൻഡ്. ഡിനോമിനേറ്റർ 0, ദെൻ വാല്യൂ ഈസ് നോട്ട് ഡിഫൈൻഡ്. 0/1 = 0. അപ്പോൾ നമ്മൾ റൗണ്ട് 360 വരെയുള്ള എല്ലാ ആംഗിളും പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുള്ളൂ അല്ലേ. ഏതെങ്കിലും വൈകാട്ടിയില്ല, അതിനെ ആലോചിച്ച് പഠിച്ചാൽ മതി കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് അതിന് സെക്കൻഡ് പാർട്ടാണ് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ മാറ്റി കളയാം, നമുക്കിനി ഒരു ആവശ്യമില്ലല്ലോ. ഇതൊക്കെ പോട്ടെ. ഇനി അടുത്ത 2-3 കാര്യങ്ങളൊന്നും ഓർത്തുള്ളൂ. നമ്മൾ സാധാരണ ഇതിനെ ഒരു ആക്സിസിന് 4 ക്വാഡ്രൻ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പോർഷനെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഇതിനെ സെക്കൻഡ് ക്വാഡ്രൻറ്റും ഇത് തേർഡ് ക്വാഡ്രൻറ്റും ഇത് ഫോർത്ത് ക്വാഡ്രൻ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ പോകാത്തെന്ന് ചോദിക്കരുത്, അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. ഇനി നമ്മുടെ ട്രിഗണോമെട്രി റേഷ്യോസ് ഇല്ലേ, സൈൻ തൊട്ട് ടാൻ വരെയുള്ള 6 സൈൻ കോസ് ടാൻ കൊസിക് സീക്കോട്ട്. ഈ 6 എല്ലാ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാത്തിൻ്റെയും സൈൻ പോസിറ്റീവ് ആവും. സൈൻ തൊട്ട് കോട്ട് വരെയുള്ള എല്ലാ ട്രിഗണോമെട്രി റേഷ്യോസിൻ്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് ആണ് വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ വാല്യൂ ആണ് പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെസിപ്രോക്കൽ കൊസീക്ക്. ഇപ്പോൾ സൈനും കോസീക്കും ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ്. ബാക്കി റിമൈനിങ് 4 ട്രിഗണോമെട്രി റേഷ്യോസ് വിൽ ബി നെഗറ്റീവ് കേട്ടോ. ബാക്കി 4 എന്തായിരിക്കും നെഗറ്റീവ് ആണ് വരിക. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ ആണ് പോസിറ്റീവ്. ടാൻ പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോട്ടും പോസിറ്റീവ്. ടാൻ കോട്ട് ഒഴികെ ബാക്കി എല്ലാതും നെഗറ്റീവ് ആയിരിക്കും. ലാസ്റ്റ് കോസ് ആണ്. കോസ് പോസിറ്റീവ് ആണെങ്കിൽ സീക്കും പോസിറ്റീവ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ആൻഡ് കൊസീക്ക്, തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ ആൻഡ് കോട്ട്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് ആൻഡ് സീക്ക്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യണമെങ്കിൽ ഓൾ എന്നുള്ള സ്ഥിതിക്ക് ഞാൻ എ എന്നിവിടെ മാർക്ക് ചെയ്തു. ഇവിടെ സൈൻ വന്നതുകൊണ്ട് എസ് എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ ടാൻ ആയതുകൊണ്ട് ടി എന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ സി എന്ന് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എ ആണെന്നും സെക്കൻഡ് എസ് ആണെന്നും തേർഡ് ടി ആണെന്നും ഫോർത്തിൽ സി ആണെന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ASTC എന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് എളുപ്പമുണ്ട് പറയാൻ. ASTC ഓൾ, ഇവിടെ സൈൻ, ഇവിടെ ടാൻ, ഇവിടെ കോസ്. അപ്പോൾ ഇവിടെ എഴുതി ഞാൻ ASTC. അപ്പോൾ ഈ ASTC ATSC എന്നൊക്കെ പഠിച്ചാൽ തെറ്റല്ലോ നമ്മൾ അല്ലേ. ഓർഡർ തെറ്റില്ലേ. ACTS എന്നൊക്കെ പഠിച്ച ഇതന്നെ ഓർഡർ ASTC. അത് പല സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും പല സ്റ്റൈലിലാണ് അത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ 5-6 പറഞ്ഞു തരാം. നിങ്ങൾക്കത് ഏതാണ് ഓർക്കാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിൽ പോകും. ഏതൊക്കെ നോക്കാം. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി പറഞ്ഞങ്ങനെ. ഓൾ
സ്റ്റുഡൻസ് ടേക്ക് കോഫി. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ സ്റ്റൈലായി ഓൾ സിൽവർ ടീ കപ്സ് പഠിപ്പിക്കുന്നുണ്ട്. ഓൾ സിൽവർ ടീ കപ്സ് രണ്ടാമത്. മൂന്നാമത്തെ സ്റ്റൈലിൽ പഠിപ്പിക്കുക ആഫ്റ്റർ സ്കൂൾ ടു കോളേജ്. ആഫ്റ്റർ സ്കൂൾ ടു കോളേജ് നമുക്ക് അങ്ങനെ പഠിക്കാം. ഇനി വേറെ തന്നെ ആഡ് ഷുഗർ ടു കോഫി. ആഡ് ഷുഗർ ടു കോഫി. ഇങ്ങനെ പല സ്റ്റൈലിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ KG തൊട്ട് +2 അല്ല ഡിഗ്രി PG എന്ത് വന്നാലും ട്യൂഷന് വിടുന്ന ഒരു ഇത് വന്നിട്ടുണ്ട് അല്ലേ. അതില്ലാണ്ട് എന്താ സംഭവിക്കുന്ന പല ആൾക്കാർ പാരൻസിൻ്റെ കാര്യം അതിലൊന്നും നടക്കില്ലാന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് എനിക്ക് തോന്നിയത് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്. ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്. ഇപ്പം ഞാൻ 5-6 പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. നമുക്ക് ഓർമ്മ വേണ്ടത് ASTC എന്ന് ഓർത്താൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആ സൈൻ അറിയണം ഒന്നാമത്. രണ്ടാമത് അറിയേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ സൈനിൻ്റെയോ കോസിൻ്റെ ഏതിൻ്റെയും വാല്യൂ പറയുമ്പോൾ ഒരു π/2 അല്ലെങ്കിൽ 3/2 π/2 അല്ലെങ്കിൽ 3/2 ഇവിടെ നിന്ന് എടുക്കും. π/2 മൈനസ് അല്ലെങ്കിൽ π/2 പ്ലസ് 3π/2 പ്ലസ് 3π/2 മൈനസ് എന്നൊക്കെ ചോദിക്കുന്ന കേസുകളിൽ അല്ലെ. π/2 മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. π/2 പ്ലസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്നുള്ളത് ഏത് ക്വസ്റ്റ്യനിലും. അവർ 180 മൈനസ് എന്ന് പറഞ്ഞാലും സെക്കൻഡ് ക്വാഡ്രന്റ് തന്നെയാണ്. 180 പ്ലസ് എന്നുള്ള ആംഗിൾ വന്നാൽ തേർഡ് ക്വാഡ്രന്റ് ആണ്. 3π/2 മൈനസും തേർഡ് തന്നെയാണ്. 3π/2 പ്ലസ് ഫോർത്ത് ആണ്. ഇവിടെ പൈ റൗണ്ട് ചെയ്തെത്തിയാൽ ഇവിടത്തെ പൈ വന്നാൽ ഇവിടെ വീണ്ടും എത്ര വരിക 2π. വീണ്ടും റൗണ്ട് ചെയ്താൽ ഇവിടെ 3π. ഇനി വീണ്ടും ഇവിടെ അത് 4π. ഇവിടെ അത് 5π. അപ്പൊ ഇങ്ങനെ ഈവൺ നമ്പർ π വരുന്ന വാല്യൂസ് ഒക്കെ റൈറ്റ് സൈഡിലും ഇതൊക്കെ ലെഫ്റ്റുകളും നമുക്ക് ഓർമ്മയുണ്ടാവണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാക്ഷൻ ഫോം വരിക, അതായത് π/2 3/2 ഫോം വരുമ്പോൾ പ്ലസ് വന്നാലും മൈനസ് വന്നാലും റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ ആ ട്രിഗണോമെട്രി റേഷ്യോസിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ ആണ് നമ്മൾ എഴുതേണ്ടത്. ആ സൈൻ ചോദിച്ചാൽ ആൻസർ എഴുതുമ്പോൾ കോസ് ആണ് പറയേണ്ടത്. കോസ് ചോദിച്ചാൽ സൈൻ കേട്ടോ. സൈൻ ചോദിച്ചാൽ കോസ് എഴുതണം, കോസ് ചോദിച്ചാൽ സൈനാണ് എഴുതുന്നത്. എപ്പോൾ ഫ്രാക്ഷൻ വരുന്ന കേസിൽ 90 പ്ലസോ 90 മൈനസ് 270 പ്ലസ് 270 വരുമ്പോൾ സൈൻ വന്നാൽ കോസ്, അതായത് ദെയർ കോംപ്ലിമെന്ററി ആംഗിൾ. ഇത് കോംപ്ലിമെന്ററി ആംഗിൾ സം ഓഫ് എനി 2 ആംഗിൾസ് 90 ഡിഗ്രി ദെയർ കോൾഡ് കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയും. നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാലും സൈൻ എന്ന് പറഞ്ഞാലും ശരിക്കും ഫുൾ ഫോം സൈൻ എന്നാണ് ശരിക്കും വേണ്ടത്. അതുപോലെ കോസ് ആണെങ്കിലും ശരിക്കും വേണ്ടത് അത് കൊസൈനാണ്. നമ്മൾ ഷോർട്ടായിട്ട് സൈൻ എന്നും കോസ് എന്നും പറയണം. സൈനും കൊസൈനാണ്. ഈ കൊസൈൻ എന്നുള്ളത് നിർത്തി പറഞ്ഞെനിക്ക് കോ സൈൻ എന്ന് വരാം അല്ലെ. കൊസൈൻ എന്നുള്ളത് കോസൈൻ. കോസൈൻ മീൻസ് കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് സൈൻ. കോസൈൻ മീൻസ് കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് സൈൻ, അതാണ് ഈ കൊസൈൻ. അപ്പോൾ സൈൻ 90 സൈനിന്റെ കോംപ്ലിമെന്ററി ആംഗിളാണ് കോസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരെയാണ് സൈൻ 10 ഈസ് ഈക്വൽ ടു കോസ് ഡാഷ്. ഇവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞ ധൈര്യമായിട്ട് പറയണം. ഇത് രണ്ട് കോംപ്ലിമെന്ററി ആംഗിളാണ്. ഇവിടെ സൈൻ 10 ഈക്വൽ ആയിട്ട് വരും, ഇവിടെ കോസ് 80 വരുള്ളൂ. കാരണം 80 പ്ലസ് 10 അല്ല 90 വരുള്ളൂ. ഇപ്പോൾ വേറെ കുട്ടിയോട് സൈൻ 45 ഈക്വൽ ആയിട്ടുള്ള കോസ് വാല്യൂ വെച്ചാൽ ധൈര്യമായിട്ട് പറയാം കോസ് 45 ബിക്കോസ് സം ഓഫ് ദീസ് ടു. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ വാല്യൂ ഓഫ് സൈൻ 45 1/√2, കോസ് 45ന്റെ വാല്യൂ 1/√2 തന്നെയാണ്. സൈൻ 30യുടെ വാല്യൂ 1/2, കോസ് 60യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ അത് കോംപ്ലിമെന്ററി ആംഗിൾ കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ആലോചിക്കുക. ഇപ്പോൾ ഫ്രാക്ഷൻ ഫോം വരുമ്പോൾ π/2 3/2 വരുമ്പോൾ പ്ലസ് വന്നാലും മൈനസ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ നിങ്ങൾ കോസിലാണ് ആൻസർ എഴുതേണ്ടത്. ഇനി ഇവിടെ 0, π, 2π, 3π, 4π, 5π അങ്ങനെ എന്ത് വന്നാലും അത് ഫ്രാക്ഷൻ ഫോമിലല്ലോ. അങ്ങനെ പറയുമ്പോൾ സൈനിന്റെ വാല്യൂ ചോദിച്ചാൽ സൈൻ തന്നെയാണ് റൈറ്റ് സൈഡിൽ എഴുതേണ്ടത്. കോസ് ചോദിച്ചാൽ കോസ്, ടാൻ ചോദിച്ചാൽ ടാൻ. കോംപ്ലിമെന്ററി ആംഗിൾ എഴുതരുത്. ഫ്രാക്ഷൻ ഫോം വരുമ്പോൾ മാത്രമേ കോംപ്ലിമെന്ററി ആംഗിൾ എഴുതാൻ പാടുള്ളൂ. അല്ലാതെ വരുമ്പോൾ 2π 3π 4π അങ്ങനെ ഹോൾ നമ്പർ വരുമ്പോൾ ഒരിക്കലും കോംപ്ലിമെന്ററി അല്ല. സൈൻ ചോദിച്ചാൽ ഇവിടെ സൈൻ തന്നെ, കോസ് ചോദിച്ചാൽ കോസ് തന്നെ. അതുകൂടി നമ്മൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. എങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇപ്പോൾ ഒരു സൈൻ എനിക്ക് ഒരു 120 ആണ്. സൈൻ 120യുടെ വാല്യൂ ആണ് എനിക്ക് കാണേണ്ടത്. സൈൻ 120യുടെ വാല്യൂ കാണണം. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം. സൈൻ 120 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. കാരണം 90 പ്ലസ് 30 ആണ് അല്ലേ. നമുക്കറിയാവുന്ന ആംഗിളുകൾ എഴുതാം.
120 ആണെങ്കിൽ അത് നമുക്ക് സൈൻ 90 പ്ലസ് 30 എന്ന് എഴുതാം. അപ്പോൾ കാര്യം മനസ്സിലായി, 90 പ്ലസ് ആണ്, ഇവിടെ വരികയാണ് 90. അപ്പോൾ 90 പ്ലസ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആൻസർ. അപ്പോൾ ഫ്രാക്ഷണൽ ഫോമുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ π/2 മൈനസ് വന്നാലും π/2 പ്ലസ് വന്നു കഴിഞ്ഞാലും സൈൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് കോസ് ആണ്. അപ്പോൾ കോസ് 30 ആണ് വേണ്ടത്. സൈൻ 90 ഇവിടെ വേണ്ടത് സൈൻ 30 വരെയുള്ള കാരണം സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ സൈനിന് സൈൻ തന്നെ എഴുതരുത്, സൈനിന് കോസ് 30 ആണ് എഴുതുന്നത്. കോസ് 30യുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, സൈൻ 60 എന്താണോ അതാണ് കോസ് 30 എന്നുള്ള പറഞ്ഞതല്ലേ. സൈൻ 60യുടെ വാല്യൂ √3/2 ആണെങ്കിൽ കോസ് 30യുടെ വാല്യൂവും √3/2 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. സൈൻ 120യുടെ വാല്യൂ സൈൻ ആയതുകൊണ്ട് നമ്മൾ √3/2. സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ വാല്യൂ പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇനിയിപ്പോൾ തേർഡ് ക്വാഡ്രന്റിലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നെഗറ്റീവ് എഴുതണം. കാരണം സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കും ആണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എഴുതാം. അല്ലാതെ എന്ത് ചോദിച്ചാലും ഇവിടെ നെഗറ്റീവ് എഴുതാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് വേറെ നോക്കാം. ഇതന്നെ കോസ് ആയാലോ, ഇതേ ക്വസ്റ്റ്യനെ മാറ്റി കോസ് 120 ആണെന്ന് വിചാരിക്കുക, കോസ് 120. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ കോസ് 90 പ്ലസ് 30 തന്നെയാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ അതേ വീണ്ടും 90 പ്ലസ് വന്നു. അപ്പോൾ ഇവിടെ ആൻസർ എഴുതുമ്പോൾ കോസ് എഴുതുമ്പോൾ എന്ത് എഴുതണം, സൈൻ എഴുതണം. സൈൻ 30 എന്ന് എഴുതി. സൈൻ 30യുടെ വാല്യൂ എത്ര വരുന്നത്, 1/2. അപ്പോൾ ഇത് ആൻസർ ആയിട്ടില്ല. കാരണം സൈൻ 30 1/2 ആണെങ്കിൽ കോസ് 120യുടെ വാല്യൂ ചോദിക്കണം. കോസ് വാല്യൂ സെക്കൻഡ് ക്വാഡ്രന്റിലെ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് അല്ല. സൈൻ കൊസിക്ക് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. കോസ് വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താ വരിക, സൈൻ 120ക്ക് പകരം -1/2 എന്ന് എഴുതണം. അതുകൊണ്ട് ഓർമ്മയിലാവണം. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ ആംഗിളും നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അത് ടെക്നിക്ക് മനസ്സിലായില്ലേ. ഒന്നുകൂടി നോക്കി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോളൂ, ഫ്രാക്ഷണൽ ഫോം വരുമ്പോൾ അത് പ്ലസ് വന്നാലും മൈനസ് വന്നാലും അതിന് കോംപ്ലിമെന്ററി ആംഗിൾ വേണം നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതാൻ. അല്ലാതിനൊക്കെ സൈനും കോസിന് എഴുതാം കേട്ടോ. പിന്നെ ഈ വാല്യൂ നിങ്ങൾ മുന്നേ നോക്കണം. കോസിന്റെ വാല്യൂ ആണ് ചോദിച്ചത്, കോസ് 120യുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് ചിലർ ചിന്തയുണ്ട്, കോസ് 120 സൈൻ 30 അല്ലേ, സൈൻ എന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് അല്ല. അങ്ങനെയല്ല, ഇതിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ ആ നെഗറ്റീവ് വേണം നമ്മൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.